പ്രിയപ്പെട്ട പഠിതാക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ക്യാപ്കട്ടിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ധാരാളം വഴികളുണ്ട്. നമ്മളിവിടെ ഏറ്റവും സിമ്പിളായ വഴിയാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കാണിക്കുന്നത്. അഥവാ ഓൾറെഡി ഒഫീഷ്യലായ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ, അപ് ടു ഡൗൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ രണ്ടാമത് ഫസ്റ്റ് കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് അപ് ടു ഡൗൺ എന്നുള്ളത് ഈ വെബ്സൈറ്റിൽ അകത്ത് പോയി കഴിഞ്ഞാലും അത് പ്ലേ സ്റ്റോർ പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ധാരാളം ആപ്ലിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഒരു വെബ്സൈറ്റാണ് അത്, ധാരാളം ആപ്ലിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് പോയിട്ട് ക്യാപ്കട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാപ്കട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ലിങ്കും താഴെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മുടെ ഓഫീസിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടാകും ലേണിക്സ് എഡിറ്റ് ഹെൽപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. അഥവാ ഇത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടേണ്ട ഗ്രൂപ്പാണ്. ഇതിൻ്റെ ലിങ്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, അയച്ചു തന്നിട്ടുണ്ടാകും. ഈ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അഥവാ ലേണിക്സ് എഡിറ്റ് ഹെൽപ്പ് എന്നുള്ളത് താഴെ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. ഈ ചാനലിൽ ജോയിൻ ആവുക, ഇതിൽ ആണ് നിങ്ങൾക്കുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ടെലഗ്രാം ആപ്പിലേക്കാണ് പോവുക. ഓക്കെ, ക്യാപ്കട്ട് ബേസ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഏതാണോ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് അവിടെ കിടക്കുന്നത്, ഞാനവിടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഇട്ടിട്ടുണ്ടായിരിക്കും, അതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഡൗൺലോഡ് ആവണത് ഇത് ഏകദേശം 297 MB ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ആവണം. നല്ല നെറ്റ്വർക്കുള്ള സ്ഥലത്ത്, വൈഫൈ കിട്ടുന്ന സ്ഥലം, സ്ട്രെങ്തൻ ആയിട്ടുള്ള വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഡൗൺലോഡ് ആക്കുക. അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ വെച്ചിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ആപ്പ് ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്യാപ്കട്ട് ഇന്ത്യയിൽ വർക്ക് ആവണമെങ്കിൽ നമുക്ക് VPN എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ ക്യാപ്കട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ബേസായിട്ടുള്ള ചെറിയ ചെറിയ രൂപത്തിലുള്ള എഡിറ്റിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ക്യാപ്കട്ടിൽ കിട്ടും, VPN ഇല്ലാതെ. അപ്പോൾ ചിലപ്പം VPN ശരിക്ക് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോ നെറ്റ്വർക്ക് ഇഷ്യൂ എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, VPN ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യണം, കണക്ട് ചെയ്യണം. അത് ഇതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, അതേപോലെ നിങ്ങൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു VPN എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. പ്രോട്ടൺ VPN, ടർബോ VPN, ഇങ്ങനെ ധാരാളം VPNs ഉണ്ട്. ഏതാണോ സൂപ്പർ VPN, ഇഷ്ടമുള്ളൊരു VPN നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ടർബോ VPN എന്ത് ചെയ്യുക, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ പ്രോട്ടൺ VPN, ഇതിലേതെങ്കിലും ഒരു VPN നമുക്ക് ഫ്രീ ആയിട്ടുള്ളതാണ്, വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് നമുക്ക് VPN ഡൗൺലോഡ് ആക്കലാണ്. ഓക്കെ, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഭാഗത്ത് വന്നിട്ട് ഓപ്പൺ എന്നുള്ള ഇതിവിടെ ഓപ്പൺ ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇവിടെ നിങ്ങളെ ഫോണിൽ ഇങ്ങനെ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. ഇവിടെ നിങ്ങളെ ഫോണിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പാക്കേജ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും സെലക്ട് ചെയ്യരുത്. പാക്കേജ് ഇൻസ്റ്റാളേഷൻ ഉള്ളത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് ആപ്പ് അല്ലേ, ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ്, ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂ ഇൻസ്റ്റാളേഷൻ, ക്യാൻസൽ ഇൻസ്റ്റാളേഷൻ ഒന്നുപാട് ചോദിക്കുകയാണ്. ഇങ്ങനെ ക്യാപ്കട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ ഒന്നുപാട് വെരിഫൈ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിന്യൂ ഇൻസ്റ്റാളേഷൻ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാളിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ചെറിയൊരു ടൈം എടുക്കും ആപ്പ് ഇൻസ്റ്റാൾ ആകാൻ വേണ്ടിയിട്ട്. കുറച്ച് MB കൂടിയ ആപ്പാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ആപ്പ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക ഇവിടുന്ന്. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾഡ് ഡൺ എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അടുത്തത് ഓപ്പൺ ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോർ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നിങ്ങൾ VPN അടിച്ചാൽ തന്നെ ധാരാളം VPNs കിട്ടും. ഇവിടെ നിങ്ങൾ പ്രോട്ടൺ VPN അടിക്കുക. പ്രോട്ടൺ VPN ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അത് നമുക്ക് ചെയ്യാം. നല്ലൊരു നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് പ്രോട്ടൺ VPN. ഓക്കെ, പ്രോട്ടൺ VPN സ്പെല്ലിങ് ശ്രദ്ധിക്കുക. പ്രോട്ടൺ VPN. ഈ കാണുന്നതാണ് പ്രോട്ടൺ VPNൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള VPN എന്ന് പറയുന്നത്. താഴെ ഭാഗത്തുള്ള ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കൺ, ഇതാണ് പ്രോട്ടൺ VPN നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം കൊടുക്കുന്നു. ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. 35 MB മാത്രമേ വരുന്നുള്ളൂ. അങ്ങനത്തെ വളരെ ചെറിയൊരു ആപ്പാണ് VPN എന്ന് പറയുന്നത്. VPN എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, CapCut എന്നുള്ളത് നിലവിൽ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ഉള്ള ആപ്പല്ല. എന്നാൽ നിലവിൽ പല ആളുകളും യൂസ് ചെയ്യുന്നതും വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് CapCut ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്ത വർക്ക് ചെയ്യാത്തൊരു ആപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് VPN ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. VPN എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സെർവറിൽ നിന്ന് മാറിയിട്ട് വേറൊരു സെർവർ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ്. നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഓപ്പൺ എന്നുള്ളത് കൊടുക്കുന്നു. ഓപ്പൺ എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് അതിലേക്ക് ലോഗിൻ ആവണം. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സൈൻ ഇൻ എന്ന് കൊടുക്കരുത് ഒരിക്കലും. കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഗസ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കും. അവരെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ആണ്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട. നോട്ട് നൗ എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കുക. നോട്ട് നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കണക്റ്റ് എന്നുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വന്നിട്ട് കണക്റ്റ് എന്നുള്ളത് കൊടുക്കുക. വേറെ റീജിയൻ മാറ്റുക, കൺട്രി ചേഞ്ച് ചെയ്യുന്നതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, കണക്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് പറയും, കാണുന്നുണ്ടല്ലേ, ഫ്രീ കണക്ഷൻ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കണക്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പെർമിഷൻസ് ചോദിക്കും, അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നോട്ടിഫിക്കേഷനാണ്. VPNുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വേണോ വേണ്ടെന്നുള്ളതാണ്. ഞാനിവിടെ നോ താങ്ക്സ് ആണ് കൊടുക്കുന്നത്. ഏതായാലും വേണ്ടില്ല, VPN ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി VPN ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ VPN ഡിസ്കണക്റ്റ് ആവും, അഥവാ കണക്ഷൻ ഒഴിവാക്കും. അഥവാ നമ്മുടെ CapCutൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങൾ നമ്മുടെ യൂസേജ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഡിസ്കണക്ട് എന്നുള്ളത് കൊടുക്കുക. അത് വീണ്ടും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഡിസ്കണക്ട് കൊടുക്കുക. പിന്നെ VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് നേരം മൊബൈൽ ഫോൺ ഒന്ന് സ്റ്റക്ക് ആവും, അഥവാ ഒന്ന് സ്ലോ ആവും. അത് പ്രശ്നമാക്കണ്ട, അത് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം തന്നെയാണ്. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ നമ്മുടെ CapCut ആപ്പ് തുറക്കുന്നു. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുണ്ട് CapCut എന്നുള്ള ഒരു ആപ്പ് അല്ലേ. ഇതെന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നു CapCut. ഓക്കെ, അഗ്രി ആൻഡ് കണ്ടിന്യൂ നമ്മുടെ CapCutൻ്റെ പോളിസി നല്ല ആപ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാകും. അതുപോലെ എന്ത് ചെയ്യുന്നു, CapCut ഓപ്പൺ ചെയ്യുന്നു. ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ എല്ലാ ആക്സസും CapCutനൊക്കെ കിട്ടും. നമുക്ക് എല്ലാ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CapCut ഇൻസ്റ്റാൾ എന്നുള്ളത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് കാണാം. ഓക്കെ, താങ്ക്